നമസ്കാരം. ഇന്ന് നവംബർ 7 വെള്ളിയാഴ്ചയാണ്. തുലാം 21. പുതിയൊരു വാർത്താ പ്രഭാതത്തിലേക്ക് 24ന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ന്യൂസ് ബ്രേക്സ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. തൃശൂർ കുതിരാനിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാനെ കാട് കയറ്റുന്നതിന് വയനാട്ടിൽ നിന്നുള്ള കുങ്കിയാനകളെ എത്തിച്ചു. വിക്രം, ഭരത് എന്നീ കുങ്കിയാനകളെയാണ് എത്തിച്ചത്. അതേസമയം ദൌത്യം ഇന്ന് ആരംഭിക്കാനിരിക്കെ പ്രദേശത്ത് വീണ്ടും ഒറ്റയാന്റെ ആക്രമണമുണ്ടായി. ജനവാസ മേഖലയിലെത്തിയ ആന ഒരു വീടിന് നേരെ ആക്രമണം നടത്തി. ദൃശ്യങ്ങൾ 24ന് ലഭിച്ചു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. സൂരജ് സജി വിവരങ്ങളുമായി കുതിരാനിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, ദിവസങ്ങളായുള്ള ആശങ്കയാണ്. ഇന്ന് ദൗത്യത്തിന് തുടക്കമാകാൻ പോകുന്നു. ഏറെ വെല്ലുവിളികൾ ആ ദൗത്യത്തിനുണ്ട് എന്ന കാര്യം നമുക്കറിയാം. ഒരുപാട് വീടുകളൊക്കെയുള്ള തിങ്ങി നിറഞ്ഞൊരു ജനവാസ മേഖലയാണത്. അവിടെ ഒരു ദൗത്യം നടപ്പിലാക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. വനംവകുപ്പിന്റെ ആക്ഷൻ പ്ലാൻ എങ്ങനെയാണ്? കുങ്കിയാനകളെ എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ സൂരജ് സജി. ടി.കെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യത്തിനാണ് വനംവകുപ്പ് തയ്യാറെടുക്കുന്നത്. വയനാട്ടിൽ നിന്ന് നേരത്തെ ഇത്തരം ദൗത്യങ്ങളിൽ പങ്കെടുത്തുള്ള പരിചയമുള്ള വിക്രമിനെയും അതോടൊപ്പം തന്നെ ഭരതിനെയും എത്തിച്ചിരിക്കുന്നു. 2 കുങ്കിയാനകളെയും അല്പം മുമ്പാണ് കുതിരാനിൽ എത്തിച്ചത്. ആ കുങ്കിയാനകളെ ഇപ്പോൾ അവരുടെ ഇടത്താവളമായിട്ടുള്ള കുങ്കിത്താവളത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അത് ഈ വെള്ളാനി സബ് ഡിവിഷൻ ഓഫീസുണ്ട്. അവിടെയാണ് ഈ ആനകളെ പാർപ്പിച്ചിരിക്കുന്നത്. ഈ വെള്ളാനിയിലെ സെക്ഷൻ ഓഫീസുണ്ട്. ആ സെക്ഷൻ ഓഫീസ് കുങ്കിത്താവളമാക്കി മാറ്റുന്നു. ആ കുങ്കിത്താവളത്തിലാണ് ഇപ്പോൾ 2 ആനകളെയും തളച്ചിട്ടുള്ളത്. ഇവിടെയായിരിക്കും ഈ ആനകൾ ഉണ്ടാവുക. ഇതിനോട് ചേർന്നുള്ള പ്രദേശത്താണ് ഇന്നലെയും ഈ കൊമ്പൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൊമ്പന്റെ സാന്നിധ്യം ഉള്ളൊരു മേഖല കൂടിയാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. ടി.കെ, നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കൂടി വരികയാണെങ്കിൽ, അതായത് ഇവിടുത്തെ ഒരു സാഹചര്യം കൂടി പറയുകയാണെങ്കിൽ, ഇതിപ്പോൾ ഒരു വനത്തോട് ചേർന്ന ഒരു പ്രദേശമാണ്. ഈ ഭാഗത്തേക്കാണ് ആന പലപ്പോഴും ഉൾവലിയുന്നത്. ഇത് അവരുടെ ഇടത്താവളം. ഞാൻ ഈ നിൽക്കുന്ന ഈ പാതയിലൂടെയാണ് ഇന്നലെ രാത്രി ആന വരുന്നത്. നമ്മൾ ആ കണ്ട ദൃശ്യം, അതായത് ആന വീടിന് നേരെ ആക്രമണം നടത്തുന്ന ദൃശ്യം, അത് ഇവിടെയാണ്. ഇവിടെ നിന്നൊരു 5 വീട് അപ്പുറത്താണ് ആന എത്തുന്നത്. ആന എത്തുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നായ വലിയ രീതിയിൽ കുരയ്ക്കുന്നു. ആ കുരയ്ക്കുന്ന ശബ്ദം കേട്ട് പ്രകോപിതനായ ആന ആ വീടിന് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ആനയുടെ ദൃശ്യങ്ങൾ പലകുറി നമ്മൾ കൊടുത്തതാണ്. ഈ റോഡിലൂടെയൊക്കെ ആന ഓടുന്ന ദൃശ്യങ്ങൾ നേരത്തെയും വന്നിട്ടുള്ളതാണ്. ഈ വഴി ജനവാസ മേഖലയാണ്. എത്രമാത്രം വീടുകളുണ്ട് എന്നുള്ളത് അറിയാം. അതുപോലെ തന്നെ ചെറിയ റോഡാണ്. സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചം, അത് ചിലയിടങ്ങളിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചമുണ്ട് എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ആന നിന്നാൽ പോലും ആർക്കും മനസ്സിലാകാൻ കഴിയില്ല. അങ്ങനെ ഒരു ഇടത്തുകൂടിയാണ് ഈ ആന രാത്രികാലങ്ങളിലെല്ലാം തന്നെ ഓടുന്നത്. ഇന്നലെ മാത്രം 4 തവണ ആന ജനവാസ മേഖലയിലേക്ക് എത്തി എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പിന്നീട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അടക്കം തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം പോലും ഇന്നലെ അരങ്ങേറി. ആ സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട നിലയിൽ DFO അടക്കമുള്ളവർ ഔദ്യോഗികമായി തന്നെ കുങ്കികളെ എത്തിക്കുന്ന വിവരം ഇവരെ അറിയിച്ചു. ഇന്ന് രാവിലെയോടുകൂടി കുങ്കികളെ എത്തിക്കും. കുങ്കികളെ എത്തിച്ചുകൊണ്ട് ഒരു ആക്ഷൻ പ്ലാനിലേക്ക് കടക്കും എന്ന് അവർ അറിയിച്ചതോടുകൂടിയാണ് നാട്ടുകാർ ഇന്നലെ ഈ പ്രതിഷേധം അവസാനിപ്പിച്ച് മടങ്ങിയത്. കഴിഞ്ഞ ദിവസം വനമന്ത്രി അടക്കം ഈ മേഖലയിലെത്തി അടിയന്തരമായി ദൗത്യം ആരംഭിക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. വനമന്ത്രി തന്നെ നേരിട്ട് ഇവിടുത്തെ ആളുകളുടെ ദുരിതം കേട്ടതാണ്. അത് ഈ കൊമ്പൻ മാത്രമല്ല, ഒരു കാട്ടാനക്കൂട്ടം കൂടി ഉണ്ട്. ഈ കുതിരാൻ തുരങ്കം വന്നതിന് ശേഷം ഈ പഴയ പാതയുണ്ട്. ആ പഴയ പാത ഞാൻ നിൽക്കുന്ന ഈ വലത്തുഭാഗത്താണ്. ആ പഴയ പാത കല്ലിട്ട് പൂർണ്ണമായും അടച്ചു. അതോടുകൂടി ഈ മലയിൽ നിന്ന് ആനക്കിറങ്ങി ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ജനവാസ മേഖലയിലേക്ക് എത്താൻ സാധിക്കുകയായിരുന്നു. പണ്ട് വാഹനങ്ങളുടെ തിരക്കൊക്കെ ഉണ്ടായിരുന്നത് കാരണം ഈ ആനകൾ റോഡ് മുറിച്ച് കടന്ന് ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിരുന്നില്ല. പക്ഷേ തുരങ്കം വന്നതോടുകൂടി കൃത്യമായ കാട്ടാനക്കൂട്ടം ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയെന്ന് മാത്രമല്ല, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഭാഗം മാത്രമല്ല, ചേലക്കര, വടക്കാഞ്ചേരി ഉൾപ്പെടുന്ന മേഖലകളിലേക്ക് അടക്കം ഈ ആനക്കൂട്ടം സഞ്ചരിക്കുകയും ചെയ്തു. അതിൽ ഒരൊറ്റയാനാണ് ഇപ്പോൾ ഇവിടെ ഇറങ്ങി പ്രശ്നങ്ങൾ തുടർച്ചയായി സൃഷ്ടിക്കുന്നത്. ഒരു വനംവകുപ്പ് വാച്ചറെ തന്നെ ആക്രമിച്ചു. വനംവകുപ്പിന് ഒരു വാഹനം തകർത്തു. ഇന്നലെയും വീടിന് നേരെ ആക്രമണം നടത്തി. അങ്ങനെ ഒരു കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോയതോടുകൂടിയാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമാണ്. നിരന്തരമായി ഇത് ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങുന്ന സാഹചര്യവുമുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ആനയെ കാടുകയറ്റുക എന്ന തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തിയിരിക്കുന്നത്. വയനാട്ടിൽ നിന്ന് 2 കുങ്കിയാനകളെ എത്തിച്ചിട്ടുണ്ട്. ദൗത്യത്തിന് ഇന്ന് തുടക്കമാകുകയാണ്. സൂരജ് സജി കുതിരാനിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇനി ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി 24 പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രദേശ്, കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, കോഴിക്കോട്ട് നിന്ന് YS അഭിനന്ദ്, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി എന്നിവർ വിവരങ്ങൾ പങ്കുവയ്ക്കും. ആദ്യം തിരുവനന്തപുരത്തേക്കാണ്. MG പ്രദേശ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രദേശ്, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലാണ്. കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം എത്തുകയാണ്. മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിന്റെ അറസ്റ്റിന് പിന്നാലെ
കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യത നിലനിൽക്കുന്നു. ചില വമ്പൻ പേരുകളിലേക്ക് അറസ്റ്റ് നടപടികൾ നീങ്ങാൻ പോകുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തുവരുന്നു. അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനത്തേക്ക് PS പ്രശാന്തിന്റെ പകരക്കാരൻ ആരായിരിക്കും എന്നുള്ള കാര്യവും ഇന്നറിയാം. നിർണായകമായ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരാൻ പോകുന്നു. വിവരങ്ങൾ എങ്ങനെയാണ് MG പ്രദേശ്? അർജിത്ത്, തെക്കൻ കേരളത്തിൽ ഇന്ന് സംഭവിക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത സ്വർണ്ണക്കൊള്ളയാണ്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്നലെ SIT സംഘം നിർണായകമായ ഒരു നീക്കം നടത്തിയിരുന്നു. അത് മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിന്റെ അറസ്റ്റാണ്. ഇന്ന് KS ബൈജുവിനെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കും. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുന്നു എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള അറസ്റ്റാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം ഈ മുരാരി ബാബുവിനെയും ഒപ്പം മുൻ ഉദ്യോഗസ്ഥനായ സുധീഷ് കുമാറിനെയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷയും SIT സംഘം കോടതിയിൽ സമർപ്പിക്കും. ഇനി നിർണായകമായ ഒരു അറസ്റ്റ് നടക്കാനിരിക്കുന്നത് മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീയുടേതാണ്. ജയശ്രീ പത്തനംതിട്ട കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. അതുൾപ്പെടെ പരിഗണിച്ചുകൊണ്ടായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത്. ഈ കേസിൽ N വാസുവിന്റെ ഒരു അറസ്റ്റിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള അന്വേഷണവും നിർണായകമാണ്. വിശദമായി ചോദ്യം ചെയ്തെങ്കിലും മുൻ ദേവസ്വം കമ്മീഷണർ കൂടിയായ N വാസുവിന്റെ അറസ്റ്റ് ഉണ്ടായിട്ടില്ല. അതും വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള ഒരു നീക്കവും അന്വേഷണ സംഘം നടത്തും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മറ്റൊന്ന്, റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതാണ്. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. മുൻ MP A സമ്പത്തിന്റെ പേരുൾപ്പെടെ സജീവ പരിഗണനയിലുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമായിരിക്കും ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. നേരത്തെ കോടതിയുടെ ചില പരാമർശങ്ങൾ എതിരായതോടുകൂടിയാണ് PS പ്രശാന്തിന്റെ കാലാവധി നീട്ടേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നത്. CPI പ്രതിനിധിയായി വിളപ്പിൽ രാധാകൃഷ്ണനെ നേരത്തെ തന്നെ തിരഞ്ഞെടുത്തിരുന്നു. ഇക്കാര്യത്തിലും ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് തീരുമാനമുണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, വർക്കലയിൽ ട്രെയിനിൽ യുവതിയെ തള്ളിയിട്ട സംഭവമാണ്. അതിൽ പ്രതിക്കായി ഉടൻ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. ഒപ്പം കൂടുതൽ തെളിവെടുപ്പുകളും ഈ വരും ദിവസങ്ങളിൽ നടക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസിലെ നിർണായകമായ പല CCTV ദൃശ്യങ്ങളും പോലീസ് ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ട്. ഈ പ്രതിയെ കീഴ്പ്പെടുത്തുകയും അതിൽ യുവതികൾക്ക് രക്ഷകനായി മാറിയ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിക്കായി ഇന്നലെ ഒരു പോലീസ് ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടിരുന്നു. അതിലും കൂടുതൽ അന്വേഷണം ഇന്ന് നടക്കും. റിജിത്ത്. ശരി, MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തെക്കൻ കേരളത്തിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ എങ്ങനെയാണ് എന്ന കാര്യം MG പ്രതീഷ് സൂചിപ്പിക്കുകയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ എന്താണ് എന്നുള്ളത് ഇന്നത്തെ വാർത്താദിനത്തിൽ പ്രധാനമാകും. വിഷ്ണു സുരേഷ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, കൊച്ചിയിലെ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു. അതുപോലെ മലയാളികളുടെ ഇഷ്ടചിത്രം അമരം 4K ദൃശ്യമികവിൽ ഇന്ന് വീണ്ടും ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തുകയാണ്. CMR ലെക്സാലോജിക് മാസപ്പടി ഇടപാടിൽ CBI അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് A മുഹമ്മദ് മുഷ്താഖ്, ഹരിശങ്കർ V മേനോൻ എന്നിവരുടെ ബെഞ്ച് ഒഴിവായിട്ടുണ്ട്. അങ്ങനെ വാർത്തകൾ ഏറെയുണ്ട്. മധ്യകേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട വാർത്തകൾ എങ്ങനെ, അതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ് വിഷ്ണു സുരേഷ്? ഗുഡ് മോർണിംഗ്. ഈ ഡിജിറ്റൽ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണ് പ്രധാനമായ ഒരു അന്വേഷണ സ്വഭാവമുള്ള വാർത്ത പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ 1,30,00,000 രൂപയാണ് ഒരു ഡോക്ടറുടെ പക്കൽ നിന്ന് തട്ടിയെടുത്തത്. അതിൽ 1,03,00,000 രൂപ 6 ലക്ഷം രൂപ തിരികെ പിടിക്കാൻ സൈബർ പോലീസിനായിട്ടുണ്ട്. 3 പേരെയാണ് പ്രതി ചേർത്തിട്ടുള്ളത്. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CBI വേഷം ധരിച്ച് FIRൽ പ്രതിയാണ് അല്ലെങ്കിൽ ഒരു വലിയ സ്കാമിൽ പ്രതിയാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഈ വയോധികനിൽ നിന്ന് 81 വയസ്സുണ്ട് അദ്ദേഹത്തിൽ നിന്ന് 1,30,00,000 രൂപ തട്ടിയെടുത്തത്. പിന്നാലെ സൈബർ പോർട്ടലിൽ പരാതി രജിസ്റ്റർ ചെയ്തു. മണിക്കൂറുകൾക്കകം തന്നെ സൈബർ പോലീസ് ഇടപെട്ട ഈ 1,06,00,000 രൂപ തിരിച്ചുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ബാക്കി പണം നഷ്ടമായി എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഇതിൽ ആരൊക്കെയാണ് പ്രതികൾ എന്ന് കേന്ദ്രീകരിച്ച അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പരാതിക്കാരിൽ നിന്നടക്കം ഇന്ന് മൊഴി രേഖപ്പെടുത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. മറ്റൊന്ന്, മലയാളികൾ കാത്തിരിക്കുന്ന ഒരു റിലീസാണ്. മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി നായകനായി 34 വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത അമരം വീണ്ടും 4K മികവോടുകൂടി റിലീസിനെത്തുകയാണ്. വനിതാ വിനീത തിയേറ്ററിലാണ് റിലീസ് നടക്കുക. 9:00 ആദ്യ ഷോ ഉണ്ടാകുക. വലിയ വിപുലമായ ആഘോഷങ്ങൾ 9:00 തിയേറ്ററുകളിലൊക്കെ ഉണ്ടാകും. ഒരുപക്ഷെ അതൊരു വലിയ ചരിത്രമായി മാറാൻ പോകുന്ന ഒരു മുഹൂർത്തം കൂടിയാണ്. അന്ന് ആ സിനിമയിൽ അഭിനയിച്ച ആളുകളുടെ മക്കളൊക്കെ ഇന്ന് സിനിമ കാണാനെത്തും. പ്രത്യേകിച്ച് അതിൻ്റെ സംവിധായകൻ ഭരതൻ്റെ അടക്കം മകൻ സിദ്ധാർത്ഥത്തും തിരക്കഥാകൃത്തിൻ്റെ ലോഹിദാസിൻ്റെ മകനൊക്കെ സിനിമ കാണാനെത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. പിന്നൊന്ന്, കോടതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയാണ്. അത്
എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഹർജി പരിഗണിച്ച CBI അന്വേഷണം പരിഗണിച്ച ബെഞ്ച് അത് ഇന്നലെ എ മുസ്താഖിൻ്റെയും അതോടൊപ്പം ഹരിശങ്കർ വി മേനോൻ്റെയും ബെഞ്ചാണ് പരിഗണിച്ചിരുന്നത്. പക്ഷേ അവർ ഇൻട്രസ്റ്റ് ഓഫ് കോൺഫ്ലിക്റ്റ് പറഞ്ഞ് പിന്മാറുകയായിരുന്നു. നേരത്തെ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിൽ ഈ ഹർജി പരിഗണിക്കുന്നു. ഇത് പൊതുതാൽപര്യ ഹർജിയാണ്. ആ ഘട്ടത്തിൽ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ഒരു ജഡ്ജും ഇൻട്രസ്റ്റ് ഓഫ് കോൺഫ്ലിക്റ്റ് പറഞ്ഞ് സമാനമായ രീതിയിൽ ഈ കേസിൽ നിന്ന് പിന്മാറിയിരുന്നു. നവംബർ 18-ാം തീയതിയാണ് വീണ്ടും ഹർജി പരിഗണിക്കുക. ആ ഘട്ടത്തിൽ ഇതൊരു പുതിയ ബെഞ്ചായിരിക്കും പരിഗണിക്കുക എന്നാണ് ലഭ്യമാകുന്ന വിവരം. നിലവിൽ എതിർകക്ഷികൾ എല്ലാവരും തന്നെ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ വാദം തുടങ്ങേണ്ടതായിരുന്നു. പക്ഷേ ഇങ്ങനെ ഈ ഇൻട്രസ്റ്റ് ഓഫ് കോൺഫ്ലിക്റ്റ് പറഞ്ഞ് ജഡ്ജിമാർ പിന്മാറുന്ന പശ്ചാത്തലത്തിൽ വാദം നീണ്ടുപോകുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട മധ്യകേരളത്തിൽ നിന്ന് വാർത്തകൾ. ഒപ്പം മറ്റ് ചില കോടതി വാർത്തകളുണ്ട്. ഹാലിൻ്റെ വാർത്തയുണ്ട്. ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടോ പിടിയിലായ ആളുകളുടെയൊക്കെ വാർത്ത ഇന്ന് കൊച്ചിയിൽ നിന്നുണ്ടാകും. ടി.കെ. വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. മധ്യകേരളത്തിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ എന്താണ് എന്നുള്ള കാര്യമാണ് വിഷ്ണു സുരേഷ് പങ്കുവച്ചത്. YS അഭിനന്ദ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിനന്ദ്, ഇന്ന് വടക്കൻ കേരളത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട വാർത്തകൾ എന്തൊക്കെയാണ്? പ്രധാനമായും തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പോര്, അതിൻ്റെ സീറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള UDFന്റെ സീറ്റ് വിഭജനം പൂർത്തിയായിട്ടുണ്ട്. ഇതടക്കം പ്രതീക്ഷിക്കേണ്ട വാർത്തകൾ എങ്ങനെയാണ് അഭിനന്ദ്? റജിത്ത്, ഗുഡ് മോർണിംഗ്. മലബാറിനെ സംബന്ധിച്ചിടത്തോളം മുന്നണികൾ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. UDFന്റെ സീറ്റ് ധാരണ കോഴിക്കോട് കോർപ്പറേഷനിലായിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് UDFന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അത് പത്രക്കുറിപ്പിലൂടെ അറിയിച്ചത്. ആകെ 76 ഡിവിഷനുകളാണ് കോഴിക്കോട് കോർപ്പറേഷനുള്ളത്. അതിനകത്ത് 49 സീറ്റുകളായിരിക്കും കോൺഗ്രസ് മത്സരിക്കുക. 25 സീറ്റുകളിൽ മുസ്ലിം ലീഗ് മത്സരിക്കും. 2 സീറ്റിൽ CMB മത്സരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. CMBയുടെ ഒരു വാർത്താ സമ്മേളനം ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്തിട്ടുണ്ട്. UDF കൗൺസിലർമാരുടെ ഒരു വാർത്താ സമ്മേളനവും ഇന്ന് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉണ്ടാകും. KC ശോഭിതയായിരിക്കും വാർത്താ സമ്മേളനം നയിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോഴിക്കോട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇപ്പോഴും അത് ചൂട് പിടിക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ അവസാന കൗൺസിൽ യോഗമായിരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന്. ചില നിർണായക തീരുമാനങ്ങൾ ആ കൗൺസിൽ യോഗത്തിനകത്ത് എടുക്കുകയും ചെയ്തു. അതിന് പ്രതിപക്ഷ പ്രതിഷേധവും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നലെയാണ് BJP ഒരു പ്രതിഷേധവുമായി കോർപ്പറേഷൻ സെക്രട്ടറിയുടെ ചേംബറിന് മുന്നിൽ എത്തിയത്. അത് ഇപ്രകാരമായിരുന്നു: ഈ കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള ഭൂമി 4.6 സെന്റ് സ്ഥലം ഫോക്കസ് മാളിന് വിട്ടു നൽകി. ഫോക്കസ് മാളിൽ നിന്ന് 76 സെന്റ് സ്ഥലം ഇങ്ങോട്ടേക്ക് വാങ്ങിക്കുന്നു എന്നതായിരുന്നു. അതിനെതിരെയാണ് BJP പ്രതിഷേധവുമായി എത്തിയത്. ആ സ്ഥലം എന്നത് പറയുന്നത് കോർപ്പറേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം, നഗരത്തിന് ഹൃദയഭാഗത്തുള്ള സ്ഥലം കോർപ്പറേഷൻ അത് വിട്ടു നൽകുന്നതിലൂടെ ഫോക്കസ് മാളിനെ സഹായിക്കാനുള്ള ലക്ഷ്യമാണെന്നും അതൊരു അഴിമതിയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് BJP പ്രതിഷേധവുമായി എത്തിയത്. ഒപ്പം തന്നെ ശുചീകരണ തൊഴിലാളികളെ നിയമിച്ചതുമായിട്ട് ബന്ധപ്പെട്ടും BJP പ്രതിഷേധം രേഖപ്പെടുത്തി. ഇന്ന് ആ പ്രതിഷേധം തുടരാനുള്ള ഒരു നീക്കത്തിലേക്ക് കൂടി കടക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ചില വാർത്താ സമ്മേളനങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള BJPയുടെ പ്രതിഷേധം അത് ഇന്ന് തുടരുകയും ചെയ്യും. അത് തന്നെയാണ് ഇന്ന് മലബാർ. അതൊക്കെയാണ് ഇന്ന് വടക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ. കോഴിക്കോട്ട് നിന്ന് YS അഭിനന്ദ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ബൽറാം, തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസിൽ ഇടക്കാല ഉത്തരവ് ഇന്നുണ്ടാകും. നേരത്തെ സംസ്ഥാനങ്ങൾക്ക് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകുന്നതൊക്കെ, കോടതി മുന്നറിയിപ്പ് നൽകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ വന്ദേമാതരത്തിൻ്റെ 180-ാം വാർഷികാഘോഷം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. അങ്ങനെ വാർത്തകൾ ഏറെയുണ്ട് രാജ്യതലസ്ഥാനത്ത് നിന്ന്. വിവരങ്ങൾ എങ്ങനെയാണ് ബൽറാം നെടുങ്ങാടി? വെരി ഗുഡ് മോർണിംഗ് റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ സുപ്രീം കോടതിയിൽ നിന്നും ഇന്ന് രാജ്യം പ്രതീക്ഷിക്കുന്ന സുപ്രധാനമായ ഒരു വാർത്ത എന്നുള്ളത് തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ്. ഈ വിഷയത്തിൽ സുപ്രീം കോടതി സ്വമേധയാ എടുത്ത ഹർജിയിലാണ് ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ച് ഇന്ന് ഇടക്കാല ഉത്തരവ് പുറത്തിറക്കുക. കഴിഞ്ഞ തവണ വളരെ ഗൗരവത്തോടെയാണ് ഈ വിഷയം കാണുന്നത് എന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ചീഫ് സെക്രട്ടറിമാരെ വിളിപ്പിച്ചിരുന്നു. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ഇടക്കാല ഉത്തരവിന് ശേഷം വിശദമായി സംസ്ഥാനങ്ങളുടെ വാദം കേൾക്കുമെന്നും അറിയിച്ചിരുന്നു. ഈ വിഷയത്തിൽ ശക്തമായ നിർദ്ദേശങ്ങൾ സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതി നൽകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒപ്പം തന്നെ ആണ് രാജ്യത്തെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിൻ്റെ 180-ാം വാർഷിക ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് രാവിലെ 9:30-നാണ് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുക. രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും
നിന്നുള്ള വിവിധ തുറകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. 150-ാം വാർഷികത്തോടനുബന്ധിച്ച് വന്ദേമാതരം 150 വേദികളിൽ ആലപിക്കുന്നതടക്കമുള്ള പരിപാടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. ഒപ്പം തന്നെ 150 രൂപയുടെ നാണയവും പ്രത്യേക നാണയവും സ്റ്റാമ്പും പ്രധാനമന്ത്രി പുറത്തിറക്കുന്നുണ്ട്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കാണ് ഇന്ന് തുടക്കമാകുക. റിജിത്ത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇനി മറ്റു ചില റിപ്പോർട്ടുകളിലേക്ക് കൂടി നമ്മൾ കടക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആൻജിയോഗ്രാമിന് നിർദ്ദേശിച്ച രോഗി ആവശ്യമുള്ള ചികിത്സ ലഭിക്കാതെ മരിച്ച സംഭവത്തിൽ ഇന്നും പ്രതിഷേധം തുടരും. കൊല്ലം പന്മന സ്വദേശി വേണുവാണ് ബുധനാഴ്ച രാത്രി മരിച്ചത്. ഇന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിക്കും. ഹൃദ്രോഗത്തെ തുടർന്ന് അടിയന്തര ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ച വേണുവിന് 6 ദിവസമായി യാതൊരു ചികിത്സയും ലഭിച്ചില്ല എന്ന് കുടുംബം മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും നൽകിയ പരാതിയിൽ പറയുന്നു. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് ഇന്ന് പാലക്കാട്ട് തുടക്കമാകും. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നായി 8500-ലധികം ശാസ്ത്ര പ്രതിഭകൾ മത്സരത്തിൽ പങ്കെടുക്കും. 4 ദിവസങ്ങളിലായി നടക്കുന്ന ശാസ്ത്രമേള വൈകിട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, ഗണിതശാസ്ത്രം, IT, പ്രവൃത്തി പരിചയം, VHSC എക്സ്പോ എന്നീ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. 6 വിദ്യാലയങ്ങളായാണ് മത്സരങ്ങൾ നടക്കുക. രജിസ്ട്രേഷൻ രാവിലെ 10-ന് ഗവൺമെന്റ് മോയൻസ് HSSൽ ആരംഭിക്കും. ബീഹാറിൽ 1ാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതോടെ 2ാം ഘട്ട വോട്ടെടുപ്പിനായുള്ള പ്രചാരണം ശക്തമാക്കുകയാണ് മുന്നണികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ എന്നിവർ NDAയ്ക്കായി ഇന്ന് പ്രചാരണം നടത്തും. രാഹുൽ ഗാന്ധി അടക്കം കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളും ഇന്ന് റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി പട്നയിൽ നിന്ന് ചേരുകയാണ്. ശ്രീനാഥ്, 1ാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1ാം ഘട്ടത്തിലെ പോളിംഗ് പൂർത്തിയായതിനു ശേഷം തികഞ്ഞ ആത്മവിശ്വാസം മുന്നണികൾ പ്രകടിപ്പിക്കുന്നത് കണ്ടു. ഇനി ഫോക്കസ് മുഴുവൻ 2ാം ഘട്ടത്തിലേക്കാണ്. താരപ്രചാരകരെ കളത്തിലിറക്കി കളം പിടിക്കാനുള്ള നീക്കം മുന്നണികളിൽ നിന്നുണ്ടാവുന്നു. ശ്രീനാഥ്. ഗുഡ് മോർണിംഗ് TK. ഏതായാലും ഒരു പ്രചാരണം ഏത് തരത്തിലായിരുന്നു, അതിന്റെ ഒരു ആവേശം പോളിംഗിലും കണ്ടു എന്നതാണ് 1ാം ഘട്ട വോട്ടെടുപ്പിനെ കൂടുതൽ ശ്രദ്ധേയമാക്കി മാറ്റുന്നത്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന പോളിംഗ് 1ാം ഘട്ടത്തിൽ ഇവിടെ രേഖപ്പെടുത്തി എന്നത് ശ്രദ്ധേയമാണ്. ജനങ്ങൾ കൂട്ടത്തോടെ വോട്ട് ചെയ്യാനെത്തി എന്നത് ആ ഒരു പോരാട്ടത്തിന്റെ കടുപ്പം നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ 2ാം ഘട്ട തെരഞ്ഞെടുപ്പിനായുള്ള പ്രചാരണം കൂടുതൽ ശക്തമാക്കുകയാണ് പാർട്ടികൾ. സൂചിപ്പിച്ച പോലെ പ്രധാനമന്ത്രി അടക്കമുള്ള ദേശീയ നേതാക്കളാണ് ഇത്തവണയും ശ്രദ്ധേയമാവാൻ വേണ്ടി പോകുന്നത്. ഇന്നും പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധേയമാകും. കാരണം ഇതുവരെ നടത്തിയ റാലികളിൽ ഇരു മുന്നണികളുടെയും ദേശീയ നേതാക്കൾ തമ്മിൽ വാക്കുകൾ കൊണ്ട് നേർക്കുനേർ പോരടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ റാലികളിൽ നടക്കുന്ന ഓരോ പ്രസംഗവും ആ തരത്തിൽ ശ്രദ്ധേയമായി മാറുന്നുമുണ്ട്. 122 മണ്ഡലങ്ങളിലേക്കാണ് 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ 121 മണ്ഡലങ്ങളിലേക്കായിരുന്നു. 11-ാം തീയതിയാണ് വോട്ടെടുപ്പ്. അതുകൊണ്ട് ഇനി ഏതാനും ദിവസങ്ങൾ, വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം പരമാവധി പ്രചാരണം നടത്തി 1ാം ഘട്ടത്തിൽ എവിടെയെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു സമയമാണ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം 2ാം ഘട്ടം. അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന വോട്ടെടുപ്പിനിടെ വലിയ സംഘർഷങ്ങൾ ബീഹാറിന്റെ പലയിടങ്ങളിലും ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉപമുഖ്യമന്ത്രിയായ വിജയ്കുമാർ സിൻഹയ്ക്ക് നേരെ ലഖിസരായിൽ ഉണ്ടായ ആക്രമണമാണ്. അതിലടക്കം കർശന നടപടി സ്വീകരിക്കണമെന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന DGPയെ അറിയിച്ചിരുന്നു. അതിൽ കൂടുതൽ അറസ്റ്റുകൾ ഇന്നുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. CPI MLന്റെ സ്ഥാനാർത്ഥിക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പലയിടങ്ങളിൽ ചെറുതും വലുതുമായ ആക്രമണ സംഭവങ്ങൾ ഉണ്ടായിട്ട് അതിലൊക്കെ കൂടുതൽ അറസ്റ്റുകൾ ഈ ദിവസം ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. TK. ശരി, ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു പട്നയിൽ നിന്ന്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിനെതിരെ നിർണായക കണ്ടെത്തൽ. മറ്റുദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉറപ്പിക്കാതെ സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിയൊരുക്കി എന്നാണ് SITയുടെ കണ്ടെത്തൽ. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദി, അദ്ദേഹം നടത്തേണ്ട കൃത്യനിർവഹണം നടത്തിയില്ല, അത് ഈ ഗൂഢാലോചനയുടെ ഭാഗമായിക്കൊണ്ടാണോ ഈ അത്തരത്തിലുള്ള സമീപനം അദ്ദേഹം സ്വീകരിച്ചത് എന്നത് സംബന്ധിച്ചൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ നിൽക്കുകയാണ്. എന്തായാലും ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. SIT ഇപ്പോഴെത്തുന്ന നിഗമനങ്ങൾ ഏത് തരത്തിലാണ്? ഒപ്പം വൻ സ്രാവുകളിലേക്ക് അന്വേഷണം നീങ്ങുകയും ചെയ്യുന്നു. ഷഫീദ് റാവുത്തർ. അർജിത്ത്, ഉറപ്പായിട്ടും വലിയ ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് KS ബൈജുവിന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ. ഇന്നലെ രാത്രിയാണ് KS ബൈജുവിനെ തിരുവനന്തപുരത്ത് നിന്ന് SIT സംഘം അറസ്റ്റ് ചെയ്യുകയും പിന്നീട് വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കുകയും തുടർന്ന് ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക്, SIT ക്യാമ്പ് ചെയ്യുന്ന ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തി ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ നടത്തിയത്. ഇതിൽ തന്നെ ഇക്കാര്യത്തിൽ SITക്ക് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. അതായത് ഈ സ്വർണ്ണക്കൊള്ളയുടെ ഉദ്യോഗസ്ഥ ഗൂഢാലോചനയിൽ KS ബൈജുവിനും മുഖ്യ പങ്ക് എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. അതിൽ ഏറ്റവും പ്രധാനം ഈ സ്വർണ്ണപ്പാൾ ഇളക്കിയപ്പോൾ 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വിട്ടു നൽകാനായി സ്വർണ്ണപ്പാൾ ഇളക്കിയപ്പോൾ അന്നത്തെ ദേവസ്വം കമ്മീഷണറായിരുന്ന KS ബൈജു വിട്ടുനിന്നത് മനഃപൂർവ്വം
മനഃപൂർവ്വമാണ് എന്നുള്ള കണ്ടെത്തൽ ഇപ്പോൾ SIT നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥിരീകരണം, അതിനുള്ള തെളിവുകളടക്കം SITക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. മാത്രമല്ല, ആ ചുമതലയിലുണ്ടായിട്ടും മറ്റുദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉറപ്പിക്കാതെ സ്വർണ്ണക്കൊള്ളയ്ക്ക് KS ബൈജു വഴിയൊരുക്കിയെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ചില രേഖകളുടെ തയ്യാറെടുപ്പിലടക്കം ഇയാൾ നടത്തിയിട്ടുള്ള ഇടപെടൽ സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളിൽ ചിലതൊക്കെ അന്വേഷണ സംഘം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലാകുന്ന മൂന്നാമത്തെ ഉദ്യോഗസ്ഥനാണ് ഈ KS ബൈജു എന്നുള്ളത്. മുരാരി ബാബുവിനും സുധീഷ് കുമാറിനും ശേഷം ഇപ്പോൾ അറസ്റ്റിലാകുന്ന മൂന്നാമത്തെ ഉദ്യോഗസ്ഥനാണ് KS ബൈജു. അങ്ങനെ മൊത്തം സ്വർണ്ണക്കൊള്ളയിൽ 4 അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. എൻ വാസു ഉൾപ്പെടെയുള്ളവരുടെ കസ്റ്റഡി ഒരു പക്ഷേ ഇന്നുണ്ടായേക്കുമെന്ന തരത്തിലേക്കുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. A പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചടക്കമുള്ള നടപടികളിലേക്കും SIT ഇന്ന് കടന്നേക്കും. എന്തായാലും നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലുള്ള KS ബൈജുവിനെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ശ്രീജിത്ത്. ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഈ സ്വർണ്ണക്കൊള്ളയിൽ മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിനെതിരെ നിർണായകമായ കണ്ടെത്തലുകളിലേക്ക് അന്വേഷണ സംഘം എത്തുകയാണ്. മറ്റുദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉറപ്പിക്കാതെ സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിയൊരുക്കി എന്നാണ് SITയുടെ കണ്ടെത്തൽ. ഇത് മനഃപൂർവ്വം അദ്ദേഹം അതിൽ ഇടപെടാതിരുന്നതാണ് എന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തുന്നത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലഹരിക്കെതിരായ 24ന്റെ പോരാട്ടം തുടരുകയാണ്. ജ്യോതിർഗമയ. SKN40 രണ്ടാം ഘട്ടം ജ്യോതിർഗമയുടെ ഭാഗമായി തൃശൂർ, കൊടുങ്ങല്ലൂർ, ചാലക്കുടി താലൂക്കുകളിലെ സ്കൂളുകളിൽ ലഹരി വിരുദ്ധ സദസ്സുകൾ സംഘടിപ്പിച്ചു. വിവിധ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയിൽ 100 കണക്കിന് കുട്ടികൾ അണിചേർന്നു. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി PTA പ്രസിഡന്റ് നവാസ് പടുവിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. SMC ചെയർമാൻ അസീസ് പുഞ്ചപ്പാടത്ത് മുഖ്യാതിഥിയായിരുന്നു. എക്സൈസ് വകുപ്പിന്റെ ലഹരി വിരുദ്ധ പദ്ധതിയായ വിമുക്തിയുടെ നോഡൽ ഓഫീസർ PM ജദീർ ക്ലാസ് നയിച്ചു. ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ക്ലാസും ലഹരിക്കെതിരായി ഫ്ലാഷ് മോബും ഒരുക്കി. പ്രിൻസിപ്പൽ ഫാദർ ജോസ് താണിക്കൽ CMI അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ NSS ഗ്രൂപ്പ് ലീഡർ ഗൗരി കൃഷ്ണ S സ്വാഗതം ആശംസിച്ചു. ചാലക്കുടി എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടറും വിമുക്തി കോർഡിനേറ്ററുമായ KK രാജു ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു. 24 ചാലക്കുടി OB ടീം അംഗം J ജക്സ് ലഹരി വിരുദ്ധ സന്ദേശ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ NSS പ്രോഗ്രാം ഓഫീസർ ജോസ് PO, NSS കോർഡിനേറ്റർമാരായ സിന്നി ഷാജു, ജിൻഷ CJ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തൃശൂർ. വസ്ത്രവ്യാപാര രംഗത്തെ പ്രമുഖരായ ഫാമിലി വെഡ്ഡിംഗ് സെന്ററിന്റെ പുതിയ ഷോറൂം നാളെ വയനാട് ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിക്കും. പാണക്കാട് മുനവർലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. ഡിസൈനർ ബ്രൈഡൽ വെയേഴ്സിനായുള്ള ഹയ ബ്രൈഡൽ സ്റ്റുഡിയോ, ട്രെൻഡി ആഭരണങ്ങൾക്കായി സെല്ല ഫാഷൻ തുടങ്ങിയവ ഷോറൂമിന്റെ ഭാഗമാണ്. എത്നിക് വെയറുകൾക്കായി പ്രത്യേക സെക്ഷൻ ഉൾപ്പെടെ വിപുലമായ കളക്ഷനുകളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് ഡയറക്ടർ EK അബ്ദുൽ ബാരി പറഞ്ഞു. ഫാമിലി വെഡ്ഡിംഗ് സെന്റർ ചെയർമാൻമാരായ PN അബ്ദുൽ ഖാദർ, കല്ലിൽ ഇമ്പിച്ചി അഹമ്മദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഫാമിലി വെഡ്ഡിംഗ് സെന്ററിന്റെ 8ാമത്തെ ഷോറൂമാണ്. വയനാട് ജില്ല തന്നെ മനോഹരമാണ്. അതിനേക്കാളും അതിമനോഹരമായിട്ടുള്ള സുൽത്താൻ ബത്തേരി പട്ടണത്തിൽ വരുന്ന 8ാം തീയതി 8ാമത്തെ ഷോറൂം MLAമാരുടെയും ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ മുനിസിപ്പൽ ചെയർമാനും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. 8ാം തീയതി കാലത്ത് 10:30 ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ഈ റിപ്പോർട്ടോടെ ന്യൂസ് ബ്രേക്സിന്റെ സമയം പൂർത്തിയാവുകയാണ്.